തൃണമൂൽ കോൺഗ്രസിനുള്ളിൽ വൻ അഴിച്ചുപണിക്ക് വട്ടം കൂട്ടി മുൻ മുഖ്യമന്ത്രിയും തൃണമൂൽ അധ്യക്ഷയുമായ മമതാ ബാനർജി. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയത്തെ മറികടക്കാൻ പല വഴികളും പാർട്ടി സ്വീകരിക്കുന്നതിനാൽ തന്നെ തൃണമൂൽ പക്ഷത്തുണ്ടായിരുന്ന എംപിമാർ അടക്കം വിമത പക്ഷത്തേക്ക് ചാടിയത് പാർട്ടിക്ക് വലിയ ക്ഷീണം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ പാർട്ടി ഇപ്പോൾ വലിയ പ്രതിസന്ധി നേരിടുകയാണ് എന്നുള്ള സത്യം പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ തന്നെ തുറന്നു സമ്മതിച്ചതായും അത് മമതയ്ക്ക് വലിയ തിരിച്ചടി നൽകിയതായും തന്നെ വിലയിരുത്തലുണ്ട്. മാത്രമല്ല ഏറെയും മമതയുടെ വിശ്വസ്തർ തന്നെയാണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്നും പടിയിറങ്ങി വിമതപക്ഷത്തേക്ക് ചേക്കേറിയിരിക്കുന്നത്. ഈ അഴിച്ചുപണിയിൽ യുവ നേതാക്കളെ പ്രധാന സ്ഥാനങ്ങളിൽ നിയമിക്കുകയും പാർട്ടി വിട്ടവരെ തന്നെ പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്തതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നേതൃത്വവുമായി ഭിന്നതയിലുള്ള എംപിമാരുടെ ഈ ഒരു പശ്ചാത്തലത്തിൽ അച്ചടക്കം ഉറപ്പാക്കുവാനും ഐക്യം പ്രകടിപ്പിക്കുവാനുമാണ് ഈ ഒരു നീക്കം. കഴിഞ്ഞ ദിവസം മമതയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനായ പാർട്ടിയിലെ മുതിർന്ന നേതാവും കൊൽക്കത്ത നോർത്ത് മണ്ഡലത്തിൽ നിന്നുള്ള എംപിയുമായ സുദീപ് ബന്ദോപാധ്യായ വിമത ഗ്രൂപ്പിൽ ചേർന്നുവെന്ന വാർത്ത പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ തന്നെ മുൻ മന്ത്രി മാനസ് ധൂനിയാകട്ടെ പാർട്ടി വിട്ടുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നതാണ്. ഇതോടുകൂടി തന്നെ കൂടുതൽ പ്രതിരോധത്തിലായ മമതയാകട്ടെ വീണ്ടും തൃണമൂലിന്റെ ആ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള തത്രപ്പാടുകൾ അല്ലെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഈ ഒരു രീതിയിലേക്ക് നടത്തുന്നത്.